ഹായ് അമ്മി, ഞാൻ സെനോബിറ്റിസിന്റെ ഇന്ദുവാണ്. എൻ്റെ ആർമി എല്ലാം ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ആർമി, ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കാൻ പോവാണ്. അതായത് ഈ ഒരു വീഡിയോ ഹേറ്റേഴ്സിനോ അതല്ലെങ്കിൽ പിന്നെ എന്താ പറയുക വേറെ വ്യൂവേഴ്സിനോ ഒന്നും ബാധകമല്ല. ഇത് നമ്മൾ ആർമിക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. എനിക്ക് നിങ്ങളുടെ അടുത്ത് കുറച്ച് സംസാരിക്കാനുണ്ട്. അതിന് മുന്നായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ മറ്റു വീഡിയോകളൊന്നും പോലല്ല ഞാൻ പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തേ പറ്റുള്ളൂ. എല്ലാ ആർമി ഗ്രൂപ്പിലേക്കും, നിങ്ങൾക്കുള്ള എല്ലാ ആർമി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യണം. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കണ്ടന്റെങ്കിലും നിങ്ങൾ അവിടെ ഒന്ന് എത്തിച്ചാൽ മതി. എനിക്ക് അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആർമി ഈ കുറച്ച് നാളുകളായിട്ട് കൂടുതൽ ശ്രദ്ധിച്ചു വരുന്ന ഒരു കാര്യമാണ് ആർമിക്കിടയിലെ ഒരു പാർഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ, അതായത് BTSനുള്ളിൽ തന്നെ ആർമി കാണിക്കുന്ന പാർഷ്യാലിറ്റി. അതായത് അവർക്ക് മാഗ്നെന്നും ഹ്യൂങ്ങെന്നും പറഞ്ഞ് കുറച്ച് വേർതിരിവ്. ഇവിടുത്തെ ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നയ്ക്ക് കൂടുതൽ സപ്പോർട്ടും ഹ്യൂങ്ങിന് സപ്പോർട്ട് കുറച്ച് കുറയുന്നതായിട്ടും ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ മാത്രമല്ല, എൻ്റെ മറ്റു ചില വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനകത്ത് എല്ലാ ആർമി കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുള്ള കാര്യമാണ്. കാര്യം നമ്മുടെ ലീഡറിൻ്റെ മ്യൂസിക് വീഡിയോ ഇറങ്ങിയിട്ട് അതിനൊക്കെ വളരെ വ്യൂ കുറവാണ്, ഭയങ്കര വ്യൂ കുറവാണ്. നേരെ മറിച്ച് മാഗ്നയുടെ മ്യൂസിക് വീഡിയോ ഇറങ്ങുമ്പോൾ അത് പെട്ടെന്ന് കൂടുകയാണ്. പിന്നെ നമ്മളൊരു BTSന് കൊടുത്തൊരു വാക്കാണ്, ഒരിക്കലും അവരെ താഴേക്ക് വീഴ്ത്തില്ല, എപ്പോഴും സ്ട്രോങ് ആയിട്ട് നിർത്തും. അവരെന്ന് ഈ ബാൻഡ് വേണ്ട എന്ന് പറഞ്ഞ് ഡിസ്ബാൻഡ് ചെയ്ത് പോകുന്നവരെ BTS തല താത്ത് നിൽക്കാനായിട്ട് ആർമി സമ്മതിക്കില്ല. അത് ആ രീതിയിൽ അതിന് കൊട്ടേഷൻ വർക്കെന്നോ PR വർക്കെന്നോ എന്ത് മണ്ണാങ്കട്ട പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ ആസ് ആൻ ആർമി ഒരു നല്ല ലൈഫ് എനിക്ക് തിരിച്ചു തന്ന് എന്ന നിലയ്ക്ക് BTSനോടുള്ള ഒരു കടപ്പാടാണ് ഞാൻ BTSന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ജീവിതം എന്ന് പറയുന്നത്. അറിയാവോ? ആ ഒരു രീതിക്ക് തന്നെ നിങ്ങളെല്ലാവരും പോകാൻ ശ്രമിക്കുക. ആക്ച്വലി ഇത് ശരിക്കും പറഞ്ഞാൽ ഈ BTS ആർമിയിലെ ഫാൻഡത്തിലേക്ക് വന്ന ഈ പെമ്പിള്ളേരെന്ന് പറയുന്നത് സാഹചര്യം കൊണ്ട് വന്നവർ ഒരുപാടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ ഏജ് കാറ്റഗറിപ്പെട്ട ഒരുപാട് പേര് ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് സഹിച്ചിട്ട് BTSനെ ആശ്രയമാക്കുന്നവരുണ്ട്. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം, ഡിപ്രഷനും കാര്യങ്ങളെല്ലാം ഫേസ് ചെയ്യുന്ന ഒരു പക്ഷം ആർമിയുണ്ട്. അവരാണ് BTSൽ ആശ്രയം തേടുന്നത്. ഉള്ള കാര്യം, പണ്ട് മൈക്കിൾ ജാക്സന്റെ വീഡിയോസ് കണ്ടിട്ട് പെണ്ണുങ്ങൾ കരയുകയും അദ്ദേഹത്തെ പോയി കെട്ടിപ്പിടിക്കുകയും കാലി വീഴുകയും ഉമ്മ വെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? അന്നത്തെ കാലഘട്ടത്തിൽ ഡിപ്രഷൻ അനുഭവിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് ആശ്രയം മൈക്കിൾ ജാക്സൺ ആണ്. ഞങ്ങളുടെയൊക്കെ അച്ഛനൊക്കെ എപ്പോഴും പറയാതെ മൈക്കിൾ ജാക്സൺ, എൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് ലൈഫിൽ ഒരുപാട് ഘട്ടങ്ങളൊക്കെ ഫേസ് ചെയ്ത സമയത്തും മൈക്കിൾ ജാക്സനെ ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പം മുതലേ പുള്ളിക്കാരുടെ പാട്ടുകളൊക്കെ നമുക്ക് കേൾപ്പിച്ചു തരും. അതുപോലെ നമ്മുടെ ഈ ജനറേഷൻ വന്നപ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ആർട്ടിസ്റ്റാണ് BTS എന്ന് പറയുന്നത്. ഒരാളല്ല, 7 പേര്, ഗ്രൂപ്പ്. നമ്മളൊക്കെ ശരിയാണ്, ഭയങ്കര ബുദ്ധിമുട്ട് സാഹചര്യത്തിൽ നിന്നൊക്കെ വരുന്നതാണ്. പക്ഷേ BTSനെ ഇഷ്ടപ്പെടാമെങ്കിൽ, അവരുടെ വീഡിയോസ് കാണാമെങ്കിൽ, അവരുടെ സ്റ്റാറ്റസ് കാണാമെങ്കിൽ, അവർക്ക് വേണ്ടിയിട്ട് ഓരോ പ്രോജക്റ്റുകളൊക്കെ കണ്ടക്ട് ചെയ്യാമെങ്കിൽ സ്ട്രീം ചെയ്യുക എന്ന് പറയുന്നത് അത്ര മോശപ്പെട്ടൊരു കാര്യമല്ല, കഴിയാത്തൊരു കാര്യമല്ല. കാര്യം സ്ട്രീം ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് പോസിബിൾ ഏതൊരു ആർമിക്കും. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മുടെ 3 മാഗ്നെ എന്ന് പറയുന്നത് സാഹചര്യത്തിൽ അബദ്ധത്തിൽ എത്തിപ്പെട്ടു പോയതാണ് ഈ ഒരു K-pop എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിലേക്ക്. ജിമിന് ഡാൻസർ മാത്രമാകാനായിട്ട് ആഗ്രഹിച്ചു, ഒരിക്കലും ജിമിന് ഒരു മ്യൂസീഷ്യൻ ആവുമെന്ന് വിചാരിച്ചിരുന്നില്ല. അല്ലെ, വി എന്ന് പറയുന്നത് തൻ്റെ ഫ്രണ്ടിന്റെ കൂടെ ഓഡീഷന് കൂട്ടുവന്നാണ്. എങ്ങനെയോ സാഹചര്യത്തിൽ വീനെ അവർ ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്യുകയാണ്. ജങ്കുക്ക് എന്ന് പറഞ്ഞാൽ ജങ്കുക്കിന് ഒരിക്കലും പേരൻസിനെ വിട്ട് പോകാൻ ഇഷ്ടമുണ്ടായിരുന്ന ഒരു കുട്ടിയായിരുന്നില്ല. ഫാമിലിയിലെ കടവും ബാധ്യതയും കൂടിയപ്പോഴേക്കും കുഞ്ഞിനെ പോലെ അത്യാവശ്യം ചെറിയ ചെറിയ കഴിവുകളുള്ള മകനെ വിടാമെന്ന് അവരുടെ പേരൻസ് ആഗ്രഹിച്ചിട്ട് ജങ്കുക്ക് വന്നതാണ്. ഈ 3 പേരും BTS എന്ന് പറയുന്ന ഈ ബോയ് മ്യൂസിക് ബാൻഡിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഇവർക്ക് ഇതൊരു കരിയർ ആക്കണമെന്ന് ഇവർ ആഗ്രഹിച്ചത്. പക്ഷേ ഹ്യൂങ്ലൈൻ അങ്ങനല്ല. ശരിക്കും പറഞ്ഞ ഹ്യൂങ്ലൈൻ അങ്ങനല്ല. RM എന്ന് പറയുന്ന ലീഡർ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്, അന്ന് എന്ത് പ്രായമുണ്ട് RM? ഒരു കൊച്ചു പയ്യനാണ്. ബാങ്ക് പീരീഡൊപ്പം നിന്നൊരു മ്യൂസിക് ബാൻഡ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് എത്രത്തോളം സ്വപ്നം കണ്ടിട്ടുണ്ടാവും. അദ്ദേഹം കുഞ്ഞിനെ മുതൽ സ്വപ്നജീവിയാണ്. മ്യൂസിക്കിന് വേണ്ടി അദ്ദേഹം മരിച്ചു കിടന്ന്, ഫാമിലി ഒറ്റപ്പെടുത്തി, എല്ലാവരും ഒറ്റപ്പെടുത്തി മരിച്ചു കിടന്ന് കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് RM എന്ന് പറയുന്ന ആള്. ജിൻ എന്ന് പറയുന്ന ഒരാളുടെ വോയിസിനെ ആൾക്കാർ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാവോ? അതായത് ഒരു കോമ്പറ്റീഷൻ ലെവലിലുള്ള പാട്ടൊന്നും ആയിരുന്നില്ല ജിന്നിന്റെ. പക്ഷെ അവന്റെ അമ്മ പറഞ്ഞ എന്താണെന്നറിയാം, ജിന്നപ്പന്റെ അമ്മ പറഞ്ഞ എന്തോന്നറിയാവോ? എന്റെ മകൻ പാടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവന്റെ പാട്ട് എത്ര മോശമല്ല, എനിക്ക് നല്ലതാണ്, ഞാൻ പാടിക്കുക തന്നെ ചെയ്യും, അതിനുവേണ്ടി ഞാൻ വേദികൾ കണ്ടെത്തുന്നു. അങ്ങനെ മകന്റെ സ്വപ്നം, ആ ഒരു സ്വപ്നം, ജിന്നപ്പായ ഒരു സ്വപ്നജീവിയായിരുന്നു. അദ്ദേഹവും സ്വപ്നം കണ്ടത് ഒരു മ്യൂസിക്കിന്റെ ലോകത്ത് ജീവിക്കാനായിരുന്നു. 3 യൂങ്കിയൊപ്പ ലൈഫിൽ എന്തെല്ലാം ഫേസ് ചെയ്യുക അതെല്ലാം ഫേസ് ചെയ്ത ഒരാളാണ്. പട്ടിണി കടന്നിട്ടുണ്ട്, ഒരു ബണ്ണ് കൊണ്ട് ഒരു ദിവസം കഴിച്ചു പോയിട്ടുണ്ട്, അറിയാവോ? അതൊക്കെ നിങ്ങൾ യൂങ്കിയുടെ ലൈഫൊക്കെ എന്ന് പറഞ്ഞാൽ വായിച്ചു നോക്കിയാൽ കൂടുതൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹർട്ടാകും. ഒരു ബണ്ണ് കൊണ്ട് ജീവിതം മുന്നോട്ട് പോയിട്ട് ഒരാളാണ് യൂങ്കി എന്ന് പറഞ്ഞാൽ. ഒരു ചില എന്താ പറയാ റെസ്റ്റോറൻറ്റ് പാർട്ടികളിലും അവിടെ ഇവിടെ പകൽ സമയത്ത് വെളുപ്പിനെ എഴുന്നേറ്റ് പത്രം ഇടാൻ പോകും. അച്ഛൻ നേരത്തെ കിടപ്പിലായതായിരുന്നു യൂങ്കിയുടെ, കുറേ നാൾ പ്രശ്നമായിട്ട് കിടന്നതാണ്. പിന്നീടാണ് അദ്ദേഹം ട്രീറ്റ് ഒക്കെ ചെയ്ത് മക്കൾ അദ്ദേഹത്തെ നേരെ കൊണ്ടുവന്നത്. ആ സമയത്തൊക്കെ
ചേട്ടൻ എന്ന് പറയുന്ന ഒരാൾ ചെറിയ പാർട്ട് ടൈം ജോലിക്ക് പോയപ്പം യുങ്കി ആ കൂടെ രാവിലെ പത്രമൊക്കെ ഇടാൻ പോയി. അതിനുശേഷം വൈകിട്ടൊക്കെ ചെറുതായിട്ട് പാടുന്നവരുടെ കൂട്ടത്തിൽ കോറസ് പാടാനും മറ്റുമൊക്കെ ഓരോ സംഗീത വിരുന്നുകളിലൊക്കെ ഈവനിങ് സായാഹ്ന സംഗീത വിരുന്നുകളിലൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന ആളാണ്. ആ പുള്ളിക്കാരനും മ്യൂസിക് എന്ന് പറഞ്ഞ സ്വപ്നം കണ്ടു. അവിടെയും വീട്ടുകാർ പറഞ്ഞു അധ്വാനിച്ച് കാശുണ്ടാക്കുക, അല്ലാതെ മ്യൂസിക്കിന്റെ പുറകെ പോകല്ലോ. എന്നിട്ടും സ്വപ്നം കണ്ടു. 4 ഹോബ ജെഹോപ്പ. പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റിൽ നിങ്ങൾക്കറിയോ ഇതുപോലെ സ്ട്രീറ്റിൽ നിന്ന് ഡാൻസ് കളിച്ചതാണ്. കാര്യം ശരിയാണ്, അത്യാവശ്യം സമ്പത്തുള്ള വീട്ടിലെ പയ്യനാണ്. പേരൻസിന്റെ 2 അധ്യാപകരായിട്ടുള്ള പേരൻസിന്റെ മകനൊക്കെയാണ്. പക്ഷേ പേരൻസ് കാണാതെ വീട്ടിൽ നിന്ന് ചാടിപ്പോയി അവിടെ ഇവിടെയൊക്കെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ അവിടെ വെച്ച് ഒപ്പൻ്റെ അച്ഛൻ്റെ പേരൻസൊക്കെ ഫ്രണ്ട്സൊക്കെ കണ്ടിട്ടാണ് വിളിച്ചു പറയുന്നത്. അങ്ങനെയാണ് മകൻ ഡാൻസർ ആണെന്നൊക്കെ പേരൻസ് അറിയുന്നത്. എന്നിട്ടും അദ്ദേഹം സ്വപ്നം കണ്ടു പേരൻസ് എതിർത്തിട്ടും. അങ്ങനെയാണ് അദ്ദേഹവും ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നത്. തൻ്റെ ഡാൻസ് 4 പേർ അറിയണം, മൈക്കിൾ ജാക്സനെ പോലെ ഒരു ഡാൻസർ ആവണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അദ്ദേഹം വന്നതാണ്. നിങ്ങളിത് കമ്പയർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കറിയായിരിക്കും ഹ്യൂങ് ലൈൻ ആണോ മാഗ്നെ ലൈൻ ആണോ ഇതിലേക്ക് തങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കണം എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചേക്കുന്ന ഇവരാണോ എന്ന് നിങ്ങൾക്കറിയാം. ഒരിക്കലും ലുക്കിന്റെ ബേസിൽ ഒരിക്കലും ഐഡൽസിനെ ഇഷ്ടപ്പെടരുത്. BTSന്റെ മാഗ്നെ എന്ന് പറഞ്ഞാൽ കാണാൻ ഏറ്റവും ബ്യൂട്ടിഫുൾ ഹാൻഡ്സം ഒക്കെയാണ്. പക്ഷേ ഹ്യൂങ് ലൈൻ ഇല്ലാതെ ഒരിക്കലും മാഗ്നെ ലൈൻ ഉണ്ടാവില്ല മക്കളെ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഞാൻ ഒരിക്കലും മാഗ്നെനെ അടിച്ചു താഴ്ത്തി പറയുകയല്ല. കുഞ്ഞു മക്കളായിരുന്നു മാഗ്നെ വരുമ്പോഴേക്കും. യുങ്കിയും ജിന്നും പറഞ്ഞിട്ടുണ്ടല്ലോ, ജങ്കുക്കിന് ആഹാരം വാരി ഞങ്ങൾ കൊടുക്കുമായിരുന്നു. കുഞ്ഞിലെ വരുമ്പോൾ എപ്പോഴും കരയുമായിരുന്നു. ആദ്യ സമയത്തൊക്കെ മെന്റൽ പ്രഷർ ഉണ്ടായിരുന്നു പേരൻസിനെ കാണാതെ. അന്ന് ഇവർ ഫുഡ് വായിൽ വെച്ച് വാരി കൊടുക്കുമായിരുന്നു ജങ്കുക്കിന്. ജങ്കുക്ക് യുങ്കിയുടെ കൂടെ ഉറങ്ങത്തുണ്ടായിരുന്നുള്ളൂ. ജെഹോപ്പ് എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം അവരുടെ പെറ്റിനെ ഇഷ്ടപ്പെടുന്ന പോലെ ജങ്കുക്കിനെ സ്നേഹിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ജെഹോപ്പും വി എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഭയങ്കര സ്നേഹമാണ്. ഒരു ചേട്ടൻ അനിയൻ, ഒരു അച്ഛനും മോനെ പോലെ വിയെ ഇഷ്ടമാണ് ജെഹോപ്പിന്. അങ്ങനെ ഈ മക്കളെ സ്നേഹിച്ചതാണ് ഇവരെല്ലാവരും. ആ മക്കളായിട്ട് കണ്ട് വളർത്തിക്കൊണ്ട് വന്നതാണ് ഇവർ ഈ മാഗ്നെ ലൈനെ ഹ്യൂങ് ലൈൻ. ജെഹോപ്പ് വി എന്നൊക്കെ പറയുമ്പോൾ ഇവരെയൊക്കെ എന്തേരം ട്രെയിനേഴ്സും മറ്റു വരുന്ന ഈ ഡാൻസ് കൊറിയോഗ്രാഫേഴ്സൊക്കെ ടോർച്ചർ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം മെന്റലി. അപ്പോഴേക്ക് ഇവരെ പിടിച്ചു നിർത്തിയത് ആറമ്മാണ്. അറിയോ, ആറമ്മും ജിന്നും. ഇവർ പിടിച്ചു നിർത്തിയില്ലായിരുന്നെങ്കിൽ ഈ പിള്ളേരൊക്കെ മെന്റൽ പ്രഷറൊക്കെ അടിച്ച് പോയേനെ. ഹ്യൂങ് ലൈന് നല്ല പ്രാധാന്യമുണ്ട്. നിങ്ങൾക്കത് പുതിയ ആർമിക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, പഴയ ആർമിക്ക് അറിയാം. ഞാൻ അത്ര പഴയ ആർമി ഒന്നുമില്ല, ഈ 2020 വന്ന ആർമിയാണ്. എന്നാലും ഈ ഒരു മാഗ്നനെ ഈ ഒരു ലെവലിൽ എത്തിക്കാൻ ഹ്യൂങ് കഷ്ടപ്പെട്ട പോലെ ഒരു കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് ആർമി. അവരുടെ പേരൻസ് കൊടുക്കാത്ത പോലെ സപ്പോർട്ട് കൊടുത്താണ് ആ പിള്ളേരെ ഈ രീതിയിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഹ്യൂങ്ങിനെ പുറകിലേക്ക് കാണരുത്. എനിക്ക് ഏറ്റവും വിഷമം, ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തു കരിങ്കാളി എല്ലേ എന്നുള്ള പാട്ടിൻ്റെ. ആ ഒരു വീഡിയോയിൽ ഞാൻ ഏറ്റവും നല്ല റിയാക്ഷൻ കൊടുത്ത എൻ്റെ ബയസായ ജെഹോപ്പിനാണ്. കാര്യം പുള്ളിയൊക്കെടോ ഒരുമാതിരി റിയാക്ഷൻ ആയിരുന്നു. പക്ഷെ പിള്ളേർ ശ്രദ്ധിച്ച റിയാക്ഷൻ മാഗ്നയോടുള്ളതാണ്. എനിക്ക് കമന്റ് ഇട്ടു പിള്ളേർ മാഗ്നെ ലൈനിലേക്കുള്ള റിയാക്ഷൻ എന്താണ്. എല്ലാവർക്കും മാഗ്നെ ലൈൻ മാഗ്നെ എന്ത് ചെയ്യുന്നു. മാഗ്നയുടെ ഹോട്ട് എഡിറ്റ് മാത്രം എവിടെ നോക്കിയാൽ മാഗ്നയുടെ മ്യൂസിക് വീഡിയോയ്ക്ക് മാത്രം വ്യൂ. മാഗ്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മണിമുത്തുകളാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതോടൊപ്പം ഹ്യൂങ്ങിനെ കൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. നിങ്ങളൊന്ന് യൂട്യൂബ് എടുത്ത് നോക്കിയേ, മാഗ്നയുടെ സോളോ കൺസേർട്ടിനാണോ വ്യൂ കൂടുതൽ ഹ്യൂങ്ങിൻ്റെ ആണോ എന്ന്. അതുപോലെ മാഗ്നയുടെ സോളോ മ്യൂസിക് വീഡിയോയ്ക്കാണോ ഹ്യൂങ്ങിൻ്റെതാണോ വ്യൂ കൂടുതലെന്ന്. മാഗ്നയുടെ ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വലിയൊരു ഗ്രൂപ്പ്, ടെലഗ്രാം ഗ്രൂപ്പ്, ഇന്ത്യൻ ആർമിയുടെ ഒരു ഗ്രൂപ്പിൽ ഞാൻ കണ്ടു. അവർ സ്ട്രീമിംഗ് ഫോളോ ചെയ്യുന്ന വീക്കും ചെകുക്കിനും വേണ്ടി മാത്രം. എനിക്ക് ചങ്ക് തകർന്നു കണ്ടിട്ട്. ഞാൻ പിന്നെ ഇറങ്ങിപ്പോന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്കും ചെകുക്കിനെ എത്തിക്കണം ആ ഒരു മൈൻഡിലേക്ക് പോവാണ്. ശരിയാണ്, സമൂഹത്തിൽ മാഗ്നെ എന്ന് പറയുന്നത് ഈ ഒരു ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിർത്തും, BTSനെ പിടിച്ചു നിർത്തും, ലെവൽ കൂട്ടും, അതൊക്കെ ശരിയാണ്. ബട്ട് എന്തിനാണ് ഹ്യൂങ്ങിനെ അവോയ്ഡ് ചെയ്യുന്നത്? ഹ്യൂങ്ങിന് ബേസ്ഡ് ആയിട്ടുള്ള ഗേൾസ് കുറവാണ് എണ്ണം വെച്ച് നോക്കിയാൽ. അവർക്ക് കഴിയുന്ന പോലെ അവരുടെ ബൈസിലുള്ള ബോയ്സിന്റെ മ്യൂസിക് വീഡിയോയ്ക്ക് വ്യൂ കൊടുക്കുന്നുണ്ട്. ആർമി ഒന്നിച്ച് ശ്രമിക്കണം. ആർമി എന്ന് പറയുന്നത് ഒരിക്കലും ജങ്കുക്ക് ആർമിയോ അല്ലെങ്കിൽ RM ആർമിയോ അല്ലെങ്കിൽ ജെഹോപ്പ് ആർമിയോ ഇങ്ങനെ പറഞ്ഞതുള്ള സെപ്പറേഷൻ ഒന്നുമില്ല. ആർമി എന്ന് പറഞ്ഞാൽ ആർമി, BTS ആർമി. പിന്നെ നിങ്ങൾ എപ്പോഴും ആർമി എന്ന് എടുത്ത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സംസാരിക്കുന്നതിനിടയ്ക്ക് ആർമി പറയുക, അല്ലാതെ ഇപ്പോൾ BTS ആർമി എടുത്ത് തന്നെ പറയുക. ആരെന്ത് പറഞ്ഞാലും ആർമി എടുത്തുമ്പോൾ അവർ കളിയാക്കും. ഇന്ത്യൻ ആർമിയാണ്, പാകിസ്ഥാൻ ആർമിയാണ്, കൊറിയൻ ആർമിയാണെന്ന് പറഞ്ഞ് കളിയാക്കും. നിങ്ങൾ BTS ആർമി എന്ന് മറ്റുള്ളവരോട് പറയാം, നമ്മൾ പറയും നമ്മൾ ആർമി അല്ലേ, അങ്ങനെ തന്നെ. അപ്പം ഞാനീ പറഞ്ഞത് എത്ര പേര് അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും എൻ്റെ ആർമി കുറച്ചൊക്കെ അക്സെപ്റ്റ് ചെയ്യും, നല്ല ആർമി അക്സെപ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എനിക്ക് ഡ്യൂട്ടിക്ക് വല്ല ടൈം ആയി വരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പോവുകയാണ്. രാവിലെ ഇത്രയും ഞാൻ പറഞ്ഞെന്തിനാന്ന് വെച്ചാൽ ഇന്നലെ വൈകിട്ട് എനിക്ക് അങ്ങനെ ഒരു വിഷമം തോന്നി. അപ്പോൾ ഇന്ന് രാവിലെ അതിന് വേണ്ടിയിട്ട് ഞാൻ പറയുകയും ചെയ്തു. അവരോട് റിപ്ലൈയിൽ ഞാൻ കമൻറ്റ് ചെയ്തു, ഞാൻ ഒരിക്കലും അങ്ങനെ ഒരാളല്ല. ഒരിക്കലും ഞാൻ ഹ്യൂങ് ലൈനെ പൊക്കിയിട്ട് മാഗ്നെ ലൈനെ പൊക്കിയിട്ട് ഹ്യൂങ്ങിനെ താക്കുന്ന ഒരാളല്ല. ഞാനൊരു BTS ആർമിയാണ്. ഞാൻ BTSനെയാണ് ഇഷ്ടപ്പെടുന്നത്. അതിലൊരു സ്പെഷ്യലായിട്ടൊരാൾ ബയസ് ജെഹോപ്പ് എന്ന് മാത്രമേ ഉള്ളൂ. അത് നിങ്ങളും മനസ്സിലാക്കുക. അപ്പം ഞാനങ്ങ് പോയേക്കാണ്. ബായ്, സലാങ്യോ.